ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അൾജീരിയ സ്ലൈഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ ഫുള്ള് കട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇതിൽ നമ്മൾ ലോക്ക് വെക്കുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലീറ്റ് വെക്കേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ വീല് വെക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ലൂസ് വിടുന്നതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ലൂസ് വിടുന്നതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓരോ ലോക്ക് വെക്കുന്നതിലും ഓരോ ലൂസാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലോക്കിൻ്റെ ലൂസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ TPIൻ്റെ ലോക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ വീലുകളൊക്കെ വരുന്നത് TPIൻ്റെ തന്നെയാണ് ഫുള്ള് നമ്മൾ ഇതിൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീല് വരുന്നത്, ഡബിൾ വീലാണ് വരുന്നത്. അത് നമ്മളൊരു ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിതിൽ 1 ഇഞ്ചിൻ്റെ ബ്ലാക്ക് സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ഒന്നും കാണിക്കാത്ത എന്താ പറഞ്ഞാൽ കട്ടിങ് ഇതിൻ്റെ മുമ്പ് തന്നെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ നീട്ടിപ്പരത്തി കാണിക്കേണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് മാത്രം കാണിച്ചു തരുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇത് ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീല് വെക്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ ഈ വർക്ക് വന്നിട്ടുള്ളത് ചെന്നൈയിലെ ഒരു കമ്പനിക്കാണ് നമുക്ക് ഈ വർക്ക് വന്നിട്ടുള്ളത്. അവർക്കൊരു സാമ്പിൾ പീസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവർക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കൊറിയർ അയച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും. കുറച്ച് കൂടുതലുണ്ട് പറഞ്ഞാൽ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം. പക്ഷെ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പറയുന്നത്. കൊറിയർ ഫീസ് വരും, ആഡ് ആവും ഇതിൽ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ക്ലീറ്റ് വരുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് ക്ലീറ്റ് ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഈ ക്ലീറ്റിൻ്റെ പേര് മാജിക് ക്ലീറ്റ് എന്നാണ് ഈ ക്ലീറ്റിൻ്റെ പേര് വരുന്നത്. നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം ആ അല്ലെങ്കിൽ ഇട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ജോയിൻ്റ് ഇതിൻ്റെ പക്കയായിട്ടുണ്ടാവും. കുറച്ചും കൂടി വലിയ എല്ലങ്കി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ചെറിയൊരു എല്ലങ്കിയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ജോയിൻ്റ് പക്കയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൂസ് വിടുന്നത് വന്നാൽ നമ്മൾ ഹൈറ്റിൽ വന്നിട്ട് 5/8 ലൂസാണ്, അതായത് 2/5/8 ആണ്. ഫ്രെയിം അളവിൽ നിന്ന് 2/5/8 ആണ് നമ്മൾ ഹൈറ്റിൽ ലൂസ് വിടേണ്ടത്. അതേപോലെ തന്നെ വീതിയിൽ നമ്മൾ ഓരോ ലോക്കിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 2-3 ടൈപ്പ് ലോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലെല്ലാം ചെറിയ വ്യത്യാസം നമുക്ക് കട്ടിങ്ങിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ TPIൻ്റെ ലോക്ക് വെക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലൂസ് വിടേണ്ടത് മൊത്തം ഒരു 3/4 ഇഞ്ച് ലൂസ് വിടണം നമുക്കിതിൽ. നമ്മൾ ആദ്യം സാധാ സ്റ്റാറിൻ്റെ ലോക്ക് വെക്കുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ലൂസ് മാത്രം വിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ TPI കമ്പനീൻ്റെ ലോക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് വീതിയിൽ ലൂസ് വിടണം. അതായത് ഫ്രെയിം അളവിൽ നിന്ന് 3/4 ഇഞ്ച് ലൂസ് വിട്ടിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ 2/5/8 ലൂസ് വിടുന്നത് ഫ്രെയിം അളവിൽ നിന്നാണ്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ കട്ടിങ് അളവിൽ നിന്നാണ് ഈ ലൂസ് വിടേണ്ടത്. ഹൈറ്റിൽ 2/5/8 വീതിയിൽ അതേപോലെ തന്നെ 3/4 ഇഞ്ചുമാണ് നമ്മളിതിൽ ലൂസ് വിട്ടിട്ടുള്ളത്. ഓരോ ടൈപ്പ് ലോക്കിനനുസരിച്ച് അതിൻ്റെ ലൂസ് മാറ്റം വരുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്, കട്ട് ചെയ്തിട്ട് കമ്മി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യം അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറിൻ്റെ ലോക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ലൂസ് വിട്ടാൽ മതിയായിരുന്നു. അത് കറക്റ്റായിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലോക്ക് നമുക്ക് ഈ ലോക്ക് ഇവിടെ കിട്ടുന്നില്ല, ഈ ലോക്ക് വെക്കുമ്പോൾ ഇത് ഗ്യാപ്പ് കറക്റ്റ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ ലോക്കും ക്ലീറ്റൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഡോറ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് 4 സൈഡും. ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്. ഇത് നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ആ സ്റ്റീലിൻ്റെ പീസ് നമുക്ക് ആ ഉള്ളിൽ വെക്കേണ്ടത്. ഇത് നമുക്ക് ആ ഫ്രെയിമിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. നമ്മളിവിടെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ ലോക്ക് വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് സെൻറ്ററിലാണ്. ഇത് ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഷട്ടർ വന്നിട്ട്, അതായത് ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് 3ക്ക് 3 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. കുറേ ആൾക്കുള്ള ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് UPVCൻ്റെ അത്ര ഒരു ക്വാളിറ്റി ഇതിൽ വരുമോ എന്ന്. നമുക്ക് UPVC വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അൾജീരിയ സ്ലൈഡിങ് തന്നെയാണ്. നമുക്ക് ചെറിയ റേറ്റ് ഡിഫറൻറ്റ് മാത്രമാണ് അൾജീരിയയിലും ഈ UPVCയിലും കൂടി വരുന്നുള്ളൂ. എന്താ പറയുക, നമുക്ക് നമുക്ക് UPVC ചെയ്യുമ്പോൾ നമുക്ക് അവർ 20 കൊല്ലം, ചില കമ്പനിക്കാർ 15 കൊല്ലം അങ്ങനെയാണ് നമുക്ക് ഗ്യാരണ്ടി തരുന്നത്. നമുക്ക് അലുമിനിയം ആകുമ്പോൾ ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ UPVCൻ്റെ നമുക്ക് വുഡ് കളറൊക്കെ ആകുമ്പോൾ അത് നല്ല കോസ്റ്റ്ലിയാണ് വരുന്നത്. 4 സ്ക്വയർ ഫീറ്റിന് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ട്രിപ്പിൾ ചാർജ് വരുന്നുണ്ട്. നമ്മുടെ ഇതാകുമ്പോൾ നോർമലായിട്ട് തന്നെ ഉള്ളതിൽ നിന്നൊരു 100 റുപ്യാണ് നമുക്കിതിൽ കൂടുതൽ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റേറ്റ് പറയാത്തത് എന്താണെന്ന് പറഞ്ഞത്, പല സ്ഥലത്തും പല റേറ്റിനാണ് എല്ലാ പണിക്കാരും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏത് വർക്കിൻ്റെയും റേറ്റ് കൂടുതൽ പറയാത്തത്. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ റേറ്റ് അറിയണം എന്നുള്ളവർക്ക് വാട്സപ്പിൽ വന്നാൽ മതി. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്നെ കോൾ വിളിച്ചാലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വുഡിൻ്റെ പീസ് വെച്ചിട്ട് തന്നെയാണ് ആ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ കറക്റ്റായിരുന്നു. ആ ഒരു ലോക്കിൻ്റെ ഇന്നർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വുഡ് പീസിൻ്റെ അളവ് കറക്റ്റായിരുന്നു. സാൻഡ്രോ മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 332 ബിറ്റ് ഇട്ടിട്ടാണ് അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് എടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫയൽ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ ലോക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കയറ്റി എടുക്കണം. ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നൊരു 1/8 ഗ്യാപ്പ് വിട്ടിട്ടാണ്, അതായത് ആ ബോക്സ് വരുന്ന അവിടെ നിന്ന് ഒരു 1/8 ഗ്യാപ്പ് വിട്ടിട്ട് ഈ വെതർഷിപ്പിൻ്റെ എഡ്ജിലേക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്ക്രൂ ചെയ്യാൻ, ഈ T-പെയിൻ്റ് ലോക്കിൽ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രസ്സിങ് ടൈപ്പ് ലോക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ആ എഡ്ജ് ടോപ്പ് ഭാഗം ഇതിലേക്ക് ഇതേപോലെ തന്നെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇതിൽ. ആ ക്ലിപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം വന്നിട്ട് കറക്റ്റ് പഞ്ചിങ് ടൈപ്പ് ലോക്കായിട്ട് അവിടെ നിൽക്കും. നമുക്ക് ഊരണമെന്നുണ്ടെങ്കിലും അയച്ചെടുക്കണം എന്നുണ്ടെങ്കിലും ഇത് ഇതേപോലെ തന്നെ ആ ഉള്ളിൽ നിന്നൊന്ന് തോണ്ടിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റും. സ്ക്രൂ പുറത്തേക്ക് കാണില്ല, അതായത് സ്ക്രൂ ഒന്നും വരുന്നില്ല. ഇതിങ്ങനെ പഞ്ചിങ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ആ ഉള്ളിലത്തെ ആ പീസും കൂടി അടിച്ചെടുക്കണം. ഇതതിൻ്റെ ഒരു ക്യാപ്പാണ് വരുന്നത്. നമുക്ക് ആ എല്ലങ്കി വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ എല്ലങ്കി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപ്പാണ് വരുന്നത് അത്. ഇനി നമുക്ക് ഈ ഒരു പീസ്, ആ സ്റ്റീൽ പീസ് ഒന്ന് വെച്ച് എല്ലങ്കി ചെയ്യണം. അത് ആ എല്ലങ്കി മൊത്തം ലൂസാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ലോക്കാക്കി വെക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് തിരിച്ച് വെക്കണം, അതായത് സെൻറ്ററിലേക്ക് വരുന്ന പോലെ തന്നെ ഇത് വരണം. അപ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് കയറിയിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് മാർക്ക് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് വെച്ചതിന് ശേഷം ഇത് ടോപ്പിലേക്കാണ് അതിൻ്റെ എഡ്ജ് ഭാഗം വരുന്നത്. അത് വെച്ചതിന് ശേഷം ഇത് എത്ര നമ്മൾ അവിടെ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതിനൊന്ന് നമുക്ക് ആ പീസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം.
ഏകദേശം ഒരു 2 ഇഞ്ചാണ് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് നമ്മളൊരു ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് 2 തുള തുളച്ചതിന് ശേഷം സാൻഡ്രോ മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം 1/4 ഇഞ്ച് വിട്ടിട്ട് തുളച്ച് നമുക്ക് ഫയൽ ചെയ്തെടുക്കുക. അതിനെക്കാട്ടിയും കുറച്ച് എളുപ്പം വരെ നമുക്ക് ഈ സാൻഡ്രോ മെഷീൻ വെച്ച് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് 2 ഹോൾട്ടതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽ എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരാം. എന്താ പറഞ്ഞാൽ ഡെലിവറി ചാർജ് വരും. ഡെലിവറി ചാർജ് പറഞ്ഞാൽ കൊറിയർ അയച്ചു തരുന്നതിൻ്റെ ചാർജ് വരും. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ സ്ലൈഡിങ്ങിൻ്റെ സെക്ഷനെല്ലാം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ വിൻഡോൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അൾജീരിയ ഓപ്പൺ വിൻഡോൻ്റെ. അതിൻ്റെ മെറ്റീരിയൽ എവിടെയും കിട്ടുന്നില്ല എന്ന് നമുക്കൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇതേപോലെ തന്നെ ആ മെറ്റീരിയൽ എവിടെ ഇല്ല, അവരുടെ നാട്ടിലില്ല, എവിടെ ഇല്ല എന്നല്ല, അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മെറ്റീരിയൽ വേണം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ എത്തിച്ചു തരാം പറഞ്ഞാൽ കൊറിയറായിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരാം. നിങ്ങളുടെ അളവ് മാത്രം നമുക്ക് തന്നാൽ മതി. അപ്പോൾ അതിൻ്റെ എത്ര മെറ്റീരിയൽ വേണം, ഏതാ കളറ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരാം. നമ്മളിതിൽ 3/4 സ്ക്രൂ ആണ് അതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് വരുന്നത്, ബാക്ക് ഭാഗത്താണ് ആ ലോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാപ്പ് ഉണ്ടായിരുന്നത് ഈ നമുക്ക് ആ അല്ലെങ്കിൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ TPI എന്ന് എഴുതിയ ആ ക്യാപ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്ലാസ്സൊക്കെ ഇടാനുണ്ട്. ഗ്ലാസ്സൊക്കെ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെന്നൈയിലുള്ള കമ്പനിക്കാരാണ് ഇതിൽ ഗ്ലാസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഇട്ടുള്ള വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മളിതിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. നമ്മളിത് ഇനി മൊത്തം അഴിച്ചെടുത്തിട്ട് അവർക്ക് മൊത്തം അഴിച്ചെടുത്തിട്ടാണ് ഇത് വിടുന്നത്. അതായത് ഇങ്ങനെയല്ല അത് വിടുന്നത്, അവർ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.